ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. എൻഡിഎയിൽ നിന്നും പിരിയേണ്ടി വന്നാൽ പിരിയുമെന്ന് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി. മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ട്, തങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് വേണമെന്ന വാർത്ത ചമച്ചത് BJP നേതാക്കളാണെന്നും തുഷാർ ആരോപിച്ചു. എൻഡിഎയിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ പിരിഞ്ഞു പോയിട്ടില്ലല്ലോ. എൻഡിഎയിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുമെങ്കിൽ പറഞ്ഞു തീർക്കും, പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ പിരിയും. അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. BDJSന്റെ ആവശ്യങ്ങൾ പരിശോധിച്ച ശേഷം പ്രശ്നപരിഹാരത്തിന് മുൻകൈയെടുക്കുമെന്ന് നിയുക്ത രാജ്യസഭാ MP വി മുരളീധരൻ ന്യൂസ് 18നോട് നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ വരുമാന വിവരങ്ങൾ കൃത്യമായാണ് നൽകിയത്. കേന്ദ്രമന്ത്രി സ്ഥാനം തനിക്ക് നൽകുന്നതിനെ കുറിച്ച് പാർട്ടി ഒരു കാര്യവും അറിയിച്ചിട്ടില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. നിയുക്ത MP വി മുരളീധരൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. മുരളീധരൻ കേന്ദ്രമന്ത്രിയാകും എന്നാണ് പൊതുവെയുള്ള വാർത്ത, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഭാരതീയ ജനതാ പാർട്ടി മഹാരാഷ്ട്രയിൽ നിന്ന് രാജ്യസഭാ അംഗമായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്നലെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞു, അത് സ്വീകരിച്ചിരിക്കുന്നു. രാജ്യസഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ ചെയ്യും. അതിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടുമില്ല, ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. BJDSന് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒരു MP സ്ഥാനമുണ്ടാകും എന്ന് BDJS പ്രതീക്ഷിച്ചിരുന്നു. അത് നടപ്പിലാവുകയും ചെയ്തില്ല. ആ ഘട്ടത്തിലാണ് അങ്ങ് MP ആയി വരും എന്ന സ്ഥിതി ഉണ്ടാകുന്നത്. ഇത് BDJSന് ഏതെങ്കിലും തരത്തിൽ അവരുടെ ആവേശത്തിന് ഒരു കോട്ടമുണ്ടാക്കുമോ? BDJSന് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ ഇന്ന് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞതായിട്ട് പത്രങ്ങളിൽ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഈ ബോർഡ് കോർപ്പറേഷൻ കാര്യങ്ങളിൽ അവരെ വലിയ തോതിൽ പരിഗണിക്കാമെന്ന് കേന്ദ്ര നേതൃത്വം വാക്ക് കൊടുത്തിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ ഉണ്ടാകും, നോട്ടിഫിക്കേഷൻ വരും. അതിനെപ്പറ്റി എന്താണ്? അതിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും അവരും തമ്മിലും അതേപോലെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും ഒക്കെ ആയിട്ടൊക്കെയുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള ധാരണകൾ, ആ ധാരണകളുടെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. വരും ദിവസങ്ങളിൽ ഞാൻ ആ കാര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തി അവർക്ക് അർഹമായിട്ടുള്ള എല്ലാ പദവികളും കിട്ടുന്നു ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങൾ. അതേസമയം മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് BDJS ആരോപിക്കുന്നു. വേണ്ടി വന്നാൽ എൻഡിഎയിൽ നിന്ന് പിരിയേണ്ടി വന്നാൽ പിരിയുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നു. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്ത് മുന്നറിയിപ്പ് നൽകുന്നു BJPക്ക് തുഷാർ? വീണ്ടും തീർച്ചയായും പിരിയേണ്ട സാഹചര്യം ഉണ്ടായാൽ പിരിയുക തന്നെ ചെയ്യുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കണിച്ചുകുളങ്ങരയിൽ BDJSന്റെ നിർണായക യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിന് മുന്നോടിയായാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചത്. അതായത് മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ടെന്നും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിരിയേണ്ട സാഹചര്യം വന്നാൽ പിരിയും എന്ന് തന്നെയാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം MP സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വ്യാജ വാർത്തകൾ വന്നിരുന്നു. ഈ വാർത്തകൾക്ക് പിന്നിൽ BJP തന്നെയാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമിത്ഷായ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉടൻ നൽകുമെന്നും BDJS നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അപർണ, ശരണ്യ സ്നേഹജൻ വിശദാംശങ്ങൾ.